ഹലോ ഓൾ, വെൽക്കം ടു റൈസപ്പ്. ഇന്ന് നമ്മൾ എത്തിക്സിൻ്റെ ഡേ 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഡിറ്റർമിനൻസ് ഓഫ് എത്തിക്സ്, എസെൻസ് ഓഫ് എത്തിക്സ്, കോൺസിക്വൻസ് ഓഫ് എത്തിക്സ് പ്രകാരമുള്ളതായിരുന്നു. അപ്പോൾ ഡേ 1 നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ എത്തിക്സ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടുന്നാണ് ചോദ്യം ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ആ കോൺസിക്വൻസ് ഇല്ലേ, എത്തിക്സ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇന്ന് രാവിലെ സിലബസ് ബ്രീഫിങ്ങിൽ പറഞ്ഞില്ലേ? അതേ എക്സാക്റ്റ് ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. 2016 UPSCയുടെ ഒരു PYQ ആണ്. നമ്മൾ തുടങ്ങിയതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസും പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ഏരിയ മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന്, എത്തിക്സിനെ പറ്റി ചോദിച്ചിട്ടില്ലെങ്കിലും എത്തിക്സ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻഡിവിജ്വൽ ലെവലിൽ എങ്ങനെയാണ് എത്തിക്സ് ചെയ്യുന്നത് നമ്മളെ ബെറ്റർ ആക്കുന്നതെന്ന് പറയാം. അതേപോലെ തന്നെ സൊസൈറ്റി ലെവലിൽ അല്ലെങ്കിൽ സോഷ്യൽ ലെവലിൽ ഇതെങ്ങനെയാണ് എത്തിക്സ് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പോസിറ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം എന്നുള്ളതാണ് ഈ ആൻസറിൻ്റെ ആകെ ഡിമാൻഡ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്തിക്സ് എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എത്തിക്സ് എന്ന് പറയുന്നതിനെ പറ്റി ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് എത്തിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റഫർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് മോർ, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ബാക്കിയുള്ള ഒരു ആൻസർ എഴുതുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഫീൽ ചെയ്യും. ഇപ്പം എത്തിക്സ് ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എത്തിക്സ് ആർ ലൈക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അപ്പറൻറ്റ് ടു നേക്കഡ് ഐ ബട്ട് ക്യാൻ ബി ഫെൽറ്റ് ഇൻഡിജിനിയസ്ലി ഇൻ സ്പെസിഫിക് കണ്ടീഷൻ ആൻഡ് വിസിബിൾ വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓൺ. സിമിലർലി എത്തിക്സ് പ്ലേ ആൻ ഇംപ്ലിസിറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ ലൈഫ് ഇൻ സൊസൈറ്റി. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എത്തിക്സ് ഈ സിമിലർ ലൈക്ക് ഇലക്ട്രിസിറ്റി പോലെ തന്നെയാണ്. നമുക്ക് അതിൻ്റെ അല്ലേ എത്തിക്സ് എങ്ങനെയാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് സ്പ്രെഡ് ലൈറ്റ് എന്നുള്ളതാണ് എത്തിക്സിൻ്റെ ഗുണം. സോ അതേപോലെ തന്നെയാണ് എത്തിക്സ് സൊസൈറ്റിയിലുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എത്തിക്സ് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എത്തിക്സ് ഉള്ളതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? ആ പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സൊസൈറ്റിയിൽ എന്തായിരിക്കും ഒരു പോസിറ്റീവ് കോൺസിക്വൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം പറയും, ജസ്റ്റ് ആസ് ഡീപ് റൂട്ട് സ്റ്റെബിലൈസ് എ ട്രീ അഗെയിൻസ്റ്റ് സ്റ്റോംസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഗ്രൗണ്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ ബോണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എത്തിക്സ് ഡിഫൈൻ ചെയ്തിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രൊഡക്ഷനാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡെഫിനേഷൻ വെച്ച് എത്തിക്സിനെ പറ്റി പറയാമെന്നുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ബോഡി പാർട്ടിലേക്ക് വരുമ്പം നമ്മൾ ജസ്റ്റ് ഒറ്റ ഹെഡിങ്ങിൽ എഴുതാതെ ഇത് 2 ഹെഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇതിനകത്ത് ആകെ ഒരു 2 പാർട്ട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് 2 പാർട്ടായിട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ ഒരു കണ്ടൻറ് ഡെവലപ്മെൻറ്റ് ഭാഗം കൂടി ആയത് കൊണ്ട് മാത്രമാണ് ഇത്രയും പോയിൻറ്റ്സ് എഴുതിയത്. നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും പോയിൻറ്റ്സ് എഴുതേണ്ട. ഒരു 4 പോയിൻറ്റ്സ് ഈച്ച് വെച്ച് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നല്ല ഇലാബറേറ്റഡ് പോയിൻ്റ് ആണെങ്കിൽ 3 പോയിൻറ്റ് ഈച്ച് ആയാലും മതി. ഓക്കെ, സോ എന്ത് ചെയ്യേണ്ട, പോയിൻറ്റ്സ്, നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ ഇവിടെ ഇത്രയും പോയിൻറ്റ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ലെവൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഗുണങ്ങളുണ്ടെന്ന് നോക്കിയേ. എത്തിക്ക് ബൂസ്റ്റ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് അല്ലേ. എത്തിക്സ് ഉള്ളതുകൊണ്ട് എന്താണ്, നമുക്ക് ഇൻഡിവിജ്വൽസിന് സെൽഫ് റെസ്പെക്റ്റും അതേപോലെ തന്നെ ഡിഗ്നിറ്റിയും തോന്നും. കാരണം വെൻ വി ആർ എത്തിക്കലി റൈറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകളോട് നമുക്ക് റെസ്പെക്റ്റ് തോന്നും. ഫ്യൂച്ചറിൽ നമുക്കൊരു ലീഡർഷിപ്പ് പൊസിഷൻസ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളെടുത്ത് ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ടാവും. ദർ വിൽ ബി പേഴ്സണൽ ട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം, നിങ്ങളൊരു കടയിൽ പോയിട്ട് നിങ്ങൾക്കൊരു അധികം നിങ്ങൾ എന്തെങ്കിലും ചില്ലറ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 10 രൂപ അധികം കിട്ടി. ആ 10 രൂപ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ എത്തിക്കലി റൈറ്റ് ആവുക മാത്രമല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. എന്താണ്, ആ ആൾക്ക് നിങ്ങളെ മുകളിലൊരു ട്രസ്റ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ട്രസ്റ്റ് ഡെഫിസിറ്റ് സൊസൈറ്റീസ് ആണ്, ഫേക്ക് ഇൻഫർമേഷൻ സൊസൈറ്റിയിലാണ്. പക്ഷേ ബീയിങ് എത്തിക്കൽ ജനറേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ട്രസ്റ്റ് എന്ത് ചെയ്യും, ആളുകൾക്കിടയിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇന്നർ കോൺഫ്ലിക്റ്റ്, മോറൽ ക്രൈസിസ് ഓഫ് കോൺസെൻസ് ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബേസിക്കലി എന്താണ്, ഇങ്ങനെ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ മെൻ്റൽ പീസിന് ഇത് ഇമ്പാക്റ്റ് ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കുകയും ചെയ്യും. സോ മെൻ്റൽ പീസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന യാതൊരു രീതിയിലും എന്ത് ചെയ്യില്ല, എത്തിക് ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾക്ക് എത്തിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ എത്തിക്സ് ഹെൽപ്പ് us ടു അറൈവ് അറ്റ് എ ഡിസിഷൻ മോർ ക്വിക്ക്ലി. കാരണം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഡിലമാസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇഫ് യു ആർ ആൻ എത്തിക്കൽ
എത്തിക്കൽ പേഴ്സൺ എന്താണോ എത്തിക്കലി റൈറ്റ് അതെടുത്താൽ മതി. അപ്പം ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ പേഴ്സൻ്റെ ഗുണമാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ബിക്കോസ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതായിരിക്കും ഇയാൾ ചെയ്യുക. അതേപോലെ തന്നെ എത്തിക്കലി ആയ ഒരാളുടെ ഏറ്റവും വലിയ ഗുണം ഹെഡോണിസ്റ്റിക് പ്ലഷേഴ്സോ ടെൻഡൻസീസോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടലി ഹെഡോണിസ്റ്റിക് പ്ലഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ മെറ്റീരിയലിസ്റ്റിക് ആവില്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സൊസൈറ്റിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ഇറങ്ങുമ്പോൾ ഹി വോണ്ട് കീപ്പ് ഓൺ ചേഞ്ചിങ് ദ മൊബൈൽസ് റാദർ ദാൻ എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ള നീഡ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ഇയാൾ ജീവിക്കുക, റാദർ ദാൻ വാണ്ട്സ് ബേസ് ചെയ്തിട്ടായിരിക്കില്ല. നീഡ്സ് ആയിരിക്കും മേജർ ഫോക്കസ്. അതുകൊണ്ട് മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് ഓവറോൾ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്സിനെ അത് ഹെൽപ്പ് ചെയ്യും. സൊസൈറ്റി ലെവലിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, കൺസ്യൂമറിസം റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഡിഫറെൻറ്റ് മൊബൈൽസ് കൂട്ടുകയാണെന്നെങ്കിൽ ഈ വേസ്റ്റേജ് കൂടില്ലേ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഗുണം കൂടി അതിനകത്തുണ്ട്. അതേപോലെ ക്രൈം റേറ്റ്സ് സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ എത്രത്തോളം എത്തിക്കലാവുന്നോ അത്രത്തോളം എത്തിക്കലാവുന്നതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിലെ ടോട്ടൽ ക്രൈം റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യുന്ന കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പോൾ ട്രാഫിക് ലൈറ്റ്സിൽ എസ്പെഷ്യലി ഇപ്പം നമ്മൾ CCTV ഒന്നും ഇല്ലാത്ത ട്രാഫിക് ലൈറ്റ് ആണെങ്കിലും നമ്മൾ സെൽഫ് റെഗുലേറ്റഡ് ആയി മാറും. സോ എത്തിക്സ് ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയുടെ ആവശ്യം വളരെയധികം കുറയും. ഇപ്പം എല്ലാ സൊസൈറ്റിയിൽ എല്ലാവരും ഭയങ്കര എത്തിക്കലാണെങ്കിൽ ശരിക്കും എന്തിൻ്റെ ആവശ്യം വരില്ല, ലോയുടെ ആവശ്യം വരില്ല. സെൽഫ് റെഗുലേറ്റഡ് ആവാൻ തുടങ്ങും ആളുകൾ. അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിൽ പോലീസുകാരനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രാഫിക് ലൈറ്റ് ജമ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂസൊക്കെ എസ്പെഷ്യലി റീസെൻ്റ്ലി കേരളത്തിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് സൂയിസൈഡ് ഓഫ് മാരീഡ് വുമൺ നിങ്ങൾക്ക് കാണാം ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. സോ ഇതുപോലെയുള്ള ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഈ ചിൽഡ്രനെതിരെയുള്ള ക്രൈം, ഇങ്ങനത്തെ ക്രൈംസ് ഒക്കെ മൊത്തത്തിൽ സൊസൈറ്റി ഇൻഡിവിജ്വൽ ലെവലിൽ, ഇൻഡിവിജ്വൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ലെവലിൽ നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യും, ബെറ്റർ ഗോൾസ്, സെൽഫ് എസ്റ്റിമേനും സെൽഫ് റിയലൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും ദാറ്റ് വിൽ ഫൈനലി ലീഡ് ടു അൾട്ടിമേറ്റ് എന്ത് ചെയ്യും, ഗ്രോത്ത് ഓഫ് സൊസൈറ്റിയിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ഇൻഡിവിജ്വൽ ലെവലിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സുകളാണ്. ഇതിനകത്ത് എല്ലാ പോയിൻറ്റ്സ് എഴുതണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ലാത്ത പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്മളിന്ന് രാവിലെ കുറേ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എത്തിക്കലി ഇതെങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെൽനെസ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ സെക്കൻഡ് ആസ്പെക്റ്റിൽ സൊസൈറ്റി ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ മാത്രമേ പറഞ്ഞുള്ളൂ. സൊസൈറ്റി ലെവലിൽ എങ്ങനെയാണ് എത്തിക്സ് നമ്മളെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ സൊസൈറ്റിയിലും, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി എത്തിക്കലായുള്ള എല്ലാ ഇൻഡിവിജ്വൽസും ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഓരോ ഇൻഡിവിജ്വൽ എത്തിക്കലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇപ്പം അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേഷൻ ആക്കിയിട്ട് എഴുതാം. വെൻ വേർ ദർ ഈസ് എ റൈറ്റ്നസ് ഇൻ ദ ഹാർട്ട് ദർ വിൽ ബി ബ്യൂട്ടി ഇൻ ദ ഫാമിലി എന്ന് പറയുന്ന കോട്ടില്ലേ, അതുപോലത്തെ കോട്ട്സ് എഴുതാം. അതല്ലെങ്കിൽ എന്ത് ഇൻഡിവിജ്വൽസ് ആണ് സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ മദർ തെരേസ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എവരിബഡി ക്ലീൻസ് അപ്പ് ഹിസ് ഓർ ഹെർ ഡോർ സ്റ്റെപ്സ് വെൻ ദ ഹോൾ സൊസൈറ്റി വിൽ ബി ക്ലീൻ അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ എന്ത് ചെയ്താൽ മതി, കോർട്ട്യാർഡ് മാത്രം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ക്ലീൻഡ് സൊസൈറ്റിയിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരുടെയും എത്തിക്കലായ സൊസൈറ്റി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ഇൻഡിവിജ്വൽ എത്തിക്കലായ മാത്രമേ സൊസൈറ്റി കംപ്ലീറ്റ്ലി എത്തിക്കലാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കുള്ള ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ്, ഇപ്പോൾ വുമൺ റൈറ്റ്സിൻ്റെ ഇഷ്യൂസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റീസ്, ഹോമോസെക്ഷൽസ് നേരിടുന്ന പ്രോബ്ലംസ്, ഇൻഇക്വാലിറ്റി പ്രോബ്ലംസ്, മാൽ നറിഷ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ്, ഫീമെയിൽ എഡ്യൂക്കേഷൻസ്, ഇതെല്ലാം കുറയും. കാരണം ദർ വിൽ ബി റെസ്പെക്ട്. സോ വി വിൽ ബി ഹാവിങ് റെസ്പെക്റ്റിംഗ് ഓൾ ദ പീപ്പിൾ. അതുപോലെ ഇൻക്ലൂസിവിറ്റി എന്ത് ചെയ്യും, ദിസ് വിൽ ഇൻഷുർ ഇൻക്ലൂസിവിറ്റി ഇൻ ദ സൊസൈറ്റി എൻഷുർ ചെയ്യും. എല്ലാവരും എത്തിക്കായി കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഇൻക്ലൂസിവിറ്റി ഉണ്ടാവും. സോ ബാക്കിയുള്ളവരുടെ റൈറ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി മ്യൂച്വൽ റെസ്പെക്റ്റ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഇനി അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടുള്ള അടുത്ത പോയിൻ്റാണ്, സൊസൈറ്റിയിൽ എന്ത് ചെയ്യും, ഈ ഓപ്പൺ എത്തിക്സ് ഉള്ള ലോയിൽ നമുക്ക് എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നമുക്ക് പുതിയ ലോസ് വരുന്ന സമയത്തും ഈ ലോസ് ഇല്ല എന്നുണ്ടെങ്കിലും എത്തിക്കലി ഗവേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, നമ്മൾ കൾച്ചറൽ ലാഗിൽ എന്താ സംഭവിക്കുന്നത്, ടെക്നോളജി എപ്പോഴും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും അല്ലേ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തു, പക്ഷേ എന്ത് ചെയ്യില്ല, നമ്മുടെ ലോ അതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു സൊസൈറ്റീനെ ഗവേൺ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ലോ ഇതുവരെ അമെൻഡ് ചെയ്തിട്ടില്ല. കാരണം ടെക്നോളജി ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആകും, പക്ഷേ ലോ പതുക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ ലോയും തമ്മിലുള്ളൊരു ഗ്യാപ്പില്ലേ. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ നോംസ് ഇല്ലേ,
ആ നോംസ് തമ്മിലുള്ള ടെക്നോളജി നോംസും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുക. അതിൻ്റെ ഭാഗം, ഈ കൾച്ചറൽ ലാഗിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. കാരണം ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവർക്കറിയില്ല. അപ്പം അനോണിമസ് ആയിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടതെന്ന് ആളുകൾക്ക് അറിയില്ല. അതിന് ഗവേൺ ചെയ്യാനുള്ള ലോയും വന്നിട്ടില്ല, നോംസും എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എത്തിക്കലായ ആളുകൾ ഈ ലോ ഇല്ലാത്ത സ്ഥലത്തും അൺഗവേണബിലിറ്റി ഉള്ള സ്ഥലത്ത്, ഗവൺമെൻറ് എത്താത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, അവർ റൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ളത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് വെൻ ദർ ഈസ് ആൻ എത്തിക്സ് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരാൻ പറ്റും, സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും, സോഷ്യൽ ക്യാപിറ്റൽ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സോ ബ്രിങ്ങിങ് ഇൻ്റഗ്രേഷൻ, സ്റ്റെബിലിറ്റി, സോഷ്യൽ ക്യാപിറ്റൽ സൊസൈറ്റിയിൽ ഉണ്ടാവും. സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പബ്ലിക് ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യും. ദർ വിൽ ബി സ്റ്റേക്ക് ഹോൾഡർഷിപ്പ് ആയിരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. എല്ലാവരും എന്ത് ചെയ്യും, എല്ലാവരും ഓൺ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ട്രസ്റ്റ്ഷിപ്പ് ഓഫ് ഗാന്ധി നമുക്ക് പറയാം. ഓക്കെ, ഒന്നും ഇതിനകത്ത് എഴുതാത്ത പോയിൻ്റാണ്. ഗാന്ധിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ ഇതൊക്കെ എന്താണ്, വളരെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്തിക്കലായുള്ള സൊസൈറ്റി ഉണ്ടാകുന്നതിൻ്റെ ഉള്ള ഒരു ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഹാർമണി, സൊസൈറ്റിയിലെ ഹാർമണി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തന്നെ കുടുംബശ്രീയിലൊക്കെ നമുക്ക് ഷെയറിങ് ഓഫ് റേഷൻസ് ഉണ്ടായിരുന്നു ഫോർ വാൾണറബിൾ സെക്ഷന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള വീട്ടിലെ ആളുകൾ ഫുഡ് ഷെയർ ചെയ്യുക, ഇതൊക്കെ ഭയങ്കര പോസിറ്റീവായ കാരണം. അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ സമയത്ത് കേരളത്തിലെ ആളുകൾ എന്ത് ചെയ്യുക, ഫുഡ് ഷെയർ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെന്നൈ ഫ്ലഡിൻ്റെ സമയത്ത് ഫുഡ് ഷെയർ ചെയ്യുന്ന സമയത്ത്, ഹൗസ് ഷെയർ ചെയ്ത സമയമൊക്കെ എന്താണ്, ഈ ഇൻ്റഗ്രേഷൻ ഓഫ് സൊസൈറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹാർമണി, ഇൻ്റഗ്രേഷനൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ എത്തിക്കലായുള്ള സൊസൈറ്റിയിൽ ഇക്വാലിറ്റി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റീസ് ഒക്കെ നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ ഫ്രെറ്റേണിറ്റി, ആൾട്രൂയിസം, പീപ്പിൾ തിങ്ക് ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ബിഫോർ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. എപ്പോഴും എന്താണ്, ആളുകളെ കോമൺ ഇൻട്രസ്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക റാദർ ദാൻ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. അതുപോലെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള മറ്റ് പ്രോബ്ലംസ് ആയിട്ടുള്ള റീജണലിസം ടെൻഡൻസീസ്, കാസ്റ്റ്, റിലീജിയൻ, ഇൻടോളറൻസ്, അപ്പതി, അപ്പം അതുപോലെയുള്ള ഡിസ്ക്രിമിനേഷനുള്ള ആക്ടിവിറ്റീസൊക്കെ കുറേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോണർ കില്ലിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ അടുത്ത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോണർ കില്ലിങ്സ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള ഹോണർ കില്ലിങ്സ് ഒക്കെ ഉള്ള ഇൻസിഡൻസ് ഒക്കെ സൊസൈറ്റിയിൽ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഹോളിസ്റ്റിക്കലി ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് എഴുതാം. ദെൻ യു ക്യാൻ ഓൾസോ റൈറ്റ് എ കൺക്ലൂഷൻ. ഹിയർ ഐ ഹാവ് പ്രൊവൈഡ് എ കൺക്ലൂഷൻ, ദാറ്റ് ഈസ് സെക്കൻഡ് ARCയിൽ പറയുന്നുണ്ട്, നോ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ സൊസൈറ്റി ഓർ നാഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻ മൂവ് to a longer distance without embracing ethical behavior. So you can say that ഷോർട്ട് ടൈം ആയിട്ട് ദർ വിൽ ബി സക്സസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പം ബൈജൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്, അൺഎത്തിക്കൽ ബിഹേവിയറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ദർ വിൽ ബി സക്സസ്. ബട്ട് ഫോർ ദ ലോങ് ടൈം നമുക്ക് എന്ത് വേണം, ഒരു സസ്റ്റൈനഡ് ആയിട്ടുള്ള ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എത്തിക്സ് ഇൻ ദെയർ ആക്ടിവിറ്റി. എത്തിക്കൽ ബിഹേവിയർ ഉള്ളിടത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലോങ് ടൈം ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇതിനകത്ത് എല്ലാ പോയിൻറ്റ്സും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് എല്ലാ ദിവസവും ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു സോ മച്ച്.